നമസ്കാരം, ഞാൻ ഡോക്ടർ അരവിന്ദ് ബാലകൃഷ്ണൻ, പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ ജനറൽ സർജറി വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്നു. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൽ വളരെയധികം സുലഭമായി കാണുന്ന തൈറോയിഡിൻ്റെ അസുഖങ്ങളെ പറ്റിയാണ്. തൈറോയിഡിൻ്റെ അസുഖങ്ങളെ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. രണ്ട് രീതിയിൽ വ്യക്തമായി പറയാൻ പറ്റില്ല, എന്നാലും രണ്ട് രീതിയിൽ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഒന്ന്, ഘടനയുടെ പ്രശ്നങ്ങൾ വരാം, ഇല്ലെങ്കിൽ പ്രവർത്തനങ്ങളുടെ പ്രശ്നങ്ങൾ വരാം. പ്രവർത്തനങ്ങളുടെ പ്രശ്നങ്ങൾ തന്നെ രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറവ് വരുന്ന ഒരു അവസ്ഥ വരാം, ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയാം. ഒരുപാട് രീതിയിലുള്ള ക്ഷീണങ്ങൾ തോന്നുക, അമിതമായി വണ്ണം വെക്കുക, ഭക്ഷണം അധികം കഴിക്കാതെ തന്നെ അമിതമായി വണ്ണം വെക്കുക, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളാണ് സാധാരണഗതിയിൽ ഹൈപ്പോതൈറോയിഡിസം അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുമ്പോൾ കാണുന്ന അവസ്ഥ. ഇതിനായി നമുക്ക് ചെയ്യേണ്ടത്, തൈറോയിഡിൻ്റെ ഗുളികകളുണ്ട്. അത് ഓരോരുത്തരുടെയും അനുസരിച്ചിട്ട് നമ്മൾ അതിൻ്റേതായ ഡോസുകൾ കൃത്യമായി എല്ലാ ദിവസവും കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഹൈപ്പോതൈറോയിഡിസം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നീടുള്ളത് തൈറോയിഡിൻ്റെ അമിതമായ പ്രവർത്തനം. അതിനെയാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്. അതിനും നമുക്ക് ആദ്യമേ ഒക്കെ ഉള്ള സ്റ്റേജസിൽ മരുന്ന് കഴിക്കാൻ പറ്റും. തൈറോയിഡിൻ്റെ പ്രവർത്തനത്തിനെ കുറയ്ക്കത്തക്ക രീതിയിലുള്ള പലവിധം മരുന്നുകളുണ്ട്. അതും റുട്ടീനിൽ നമ്മൾ കഴിച്ചിട്ട് അതിൻ്റെ ടെസ്റ്റുകൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു നോക്കണം. പിന്നീട് വരുന്ന ഘടന, ഈ പ്രവർത്തനവും ഘടനയുടെയും രണ്ടും രണ്ടായിട്ടായിരിക്കത്തില്ല എപ്പോഴും വരുന്നത്. ചിലപ്പോൾ രണ്ടും ഒരുമിച്ച് തന്നെ വരാം. ഞാനൊരു പൊതുവായിട്ടുള്ളൊരു കാര്യം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇതിൻ്റെ ഘടനയ്ക്ക് വരാവുന്നത് മുഴകളാണ്. മുഴകൾ തന്നെ പല രീതിയിലുള്ള മുഴകളുണ്ട്. ചില മുഴകൾ ക്യാൻസർ ആകാം, ചില മുഴകൾ ക്യാൻസർ അല്ലാതെയും വരാം. ഈ പ്രവർത്തനത്തിൻ്റെ പ്രശ്നം കാരണം ഉണ്ടാകുന്ന മുഴകളും തൈറോയിഡിൽ വരാം. അപ്പോൾ ഈ പ്രവർത്തനത്തിൽ വരുന്ന തൈറോയിഡുകൾ വരുന്ന മുഴകൾക്ക് വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ മരുന്നൊക്കെ, ആദ്യത്തെ സ്റ്റേജുകളിലാണെങ്കിൽ നമുക്ക് മരുന്നൊക്കെ കഴിച്ചിട്ട് അതിനെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. അതിലെന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കാനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ മുഴകളുള്ള സമയത്ത് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുക. ആ അൾട്രാസൗണ്ട് സ്കാനിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മളൊരു സൂചി കുത്തിയുള്ള ഒരു പരിശോധനയുണ്ട്, FNAC എന്ന് പറയും, ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി. അപ്പോൾ ആ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മുഴ ഏത് വിധമാണ്, ഒരു ക്യാൻസറിൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങളുള്ള മുഴയാണോ അല്ലാതുള്ള സാധാരണയുള്ള മുഴയാണോ എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് മരുന്നുകളെല്ലാം കഴിച്ച് ആദ്യത്തെ മുഴകൾ അധികം സൈസ് ഇല്ല, അതുകൊണ്ട് രോഗിക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ആദ്യമേയൊക്കെ മരുന്നുകൾ കഴിച്ചിട്ട് നോക്കാൻ പറ്റും. ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് അപ്പോൾ തന്നെ ഉടനടി തന്നെ ഓപ്പറേഷനുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. മറ്റേതാണെന്നുണ്ടെങ്കിലും ഒരുപാട് വലിയ മുഴകളാണ്, അത് കാരണം രോഗികൾക്ക് ബുദ്ധിമുട്ട്, അതായത് ശ്വാസം മുട്ടലുണ്ടാവുക, ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, ശബ്ദത്തിന് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരിക, ആ മുഴകൾ കാരണം പ്രഷർ എഫക്റ്റ് എന്ന് പറയും, പ്രഷർ കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും സർജറി തന്നെ ചെയ്യുന്നതാണ് നല്ലത്. സർജറി തന്നെ നമ്മൾ കഴുത്തിലൊരു ചെറിയ മുറിവുണ്ടാക്കിയിട്ട് തൈറോയിഡക്ടമി തന്നെ പലതരമുണ്ട്. ഒന്ന്, ഇപ്പം ഏതെങ്കിലും തൈറോയിഡിൻ്റെ ഷേപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പിലാണ്. രണ്ട് വശത്തും ചിറകുകളുണ്ട്, നടുക്കൊരു ചെറിയ കണക്ഷനുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും ഒരു വശത്ത് മാത്രമേ ബുദ്ധിമുട്ട് കാര്യമായിട്ടുള്ളൂ, മുഴ കാര്യമായിട്ടുള്ളൂ, മറ്റേ വശം കംപ്ലീറ്റ്ലി നോർമൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെമി തൈറോയിഡക്ടമി, അതായത് തൈറോയിഡ് പകുതി മാത്രമായിട്ട് നീക്കം ചെയ്താലും മതിയാവും. എന്നിട്ട് ബാക്കിയുള്ള തൈറോയിഡ് നമ്മൾ പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അത് കഴിഞ്ഞ് തൈറോയിഡക്ടമി ചെയ്ത് കഴിഞ്ഞിട്ടുള്ള തൈറോക്സിൻ എന്ന് പറഞ്ഞ ഗുളിക ചിലപ്പോൾ കഴിക്കേണ്ടി വരത്തില്ല, കഴിക്കുകയാണെങ്കിൽ തന്നെ ചെറിയ ഡോസിൽ കഴിച്ചാൽ മതിയാവും. അതല്ല, രണ്ട് സൈഡിലും നല്ല രീതിയിൽ മുഴകളെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ തൈറോയ്ഡ് ഗ്രന്ഥി മൊത്തമായിട്ട് നീക്കം ചെയ്യുന്നതാണ് നല്ലത്. ക്യാൻസർ ആണെന്നുണ്ടെങ്കിലും തൈറോയ്ഡ് ഗ്രന്ഥി മൊത്തമായിട്ട് നീക്കം ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഫോളോ അപ്പ് ചെയ്യുകയും അതിൻ്റെ ഗുളികകൾ എല്ലാ ദിവസവും രാവിലെ മുടങ്ങാതെ കഴിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വേറെ സൈഡ് എഫക്റ്റുകളൊന്നും ഉണ്ടാകത്തില്ല. ആ ഗുളിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു ഹോർമോൺ ഗുളിക രൂപത്തിൽ തരുന്നു എന്നുള്ളേ ഉള്ളൂ. അപ്പോൾ അത് സ്ഥിരമായി കഴിച്ചുകൊണ്ടിരുന്നാൽ മതി. ക്യാൻസർ ആണെങ്കിൽ പോലും തൈറോയ്ഡ് ക്യാൻസറുകൾക്ക് ഒരുപാട് ചികിത്സകളുടെ ആവശ്യം വരില്ല. സർജറിയാണ് അതിൻ്റെ പ്രധാന ചികിത്സ. ഓപ്പറേഷൻ കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു 95% ചികിത്സയും കഴിഞ്ഞു. അതിന് പിന്നെ നമ്മുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് മാത്രം വേറെ എന്തെങ്കിലും കൂടുതൽ സ്കാനുകളോ വല്ലതും ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയാവും. അപ്പോൾ ഈ തൈറോയിഡിൻ്റെ രോഗങ്ങൾക്ക് നമ്മൾക്ക് ഭീതിയുടെ ആവശ്യമില്ല. നമ്മൾ അത് നല്ല രീതിയിൽ പരിശോധിച്ച് വന്നാൽ മതി. തൈറോയിഡിൻ്റെ ഈ പറഞ്ഞ ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ, ഹൈപ്പോതൈറോയിഡിസം, അതായത് അമിതമായ ക്ഷീണം, വണ്ണം കൂടുക,
ഹൈപ്പർ തൈറോയിഡിസം, ഒരുപാട് ആങ്സൈറ്റി പോലെ രോഗികൾക്ക് വരിക, പെട്ടെന്ന് വണ്ണം കുറയുക, അമിതമായ ടെൻഷൻ, ഇതെല്ലാം ഹൈപ്പർ തൈറോയിഡിസത്തിലും വരാം. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും അസുഖങ്ങളാണെങ്കിൽ അതിൻ്റേതായ ഡോക്ടറെ കാണണം. അതേപോലെ കഴുത്തിൽ എന്തെങ്കിലും മുഴകൾ കണ്ടാൽ അത് നിശ്ചയമായും പരിശോധിപ്പിച്ചിരിക്കണം. ജനറൽ സർജറി വിഭാഗത്തിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പരിശോധനകളെല്ലാം നമുക്ക് ലഭിക്കുന്നതാണ്. അതിൻ്റെ എല്ലാം പരിശോധനകൾക്ക് ശേഷമായിരിക്കും ഞാനിപ്പോൾ പറഞ്ഞ ട്രീറ്റ്മെൻറ്റുകളിൽ ഏതാണ് വേണ്ടതെന്ന് തീരുമാനിച്ചിട്ട് അതിൻ്റെ രീതിയിൽ മുന്നോട്ട് പോവുക. തൈറോയിഡിൻ്റെ രോഗങ്ങൾ ഈ പറഞ്ഞ പോലെ വലിയൊരു അപകടകാരിയായിട്ട് സാധാരണ വരാറില്ല. പക്ഷേ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ അവൻ അപകടകാരി ആവാനും സാധ്യതയുണ്ട്. വി കെയർ ഫോർ യുവർ സേഫ്റ്റി.